നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ജീവനക്കാരെ പട്ടിണിക്കിടരുത് എന്ന മുദ്രാവാക്യമുയർത്തി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിജീവന ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ പോഷകാഹാര വാരാചരണത്തിന്റെ ഭാഗമായി എല്ലാവർക്കും പോഷകാഹാരം എന്ന സന്ദേശവുമായി ആരോഗ്യ ബോധവൽക്കരണ പ്രദർശന പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധ സമരവും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും. സംസ്ഥാനത്താദ്യമായി വിദ്യാർത്ഥി സൗഹൃദ പ്രൈവറ്റ് ബസ് സർവീസിന് ആലപ്പുഴ ജില്ലയിൽ തുടക്കമായി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥി സൗഹൃദ ബസ് സർവീസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത്. ആലപ്പുഴ നഗരസഭയുടെ കാർഷിക പദ്ധതിയായ പൊന്നോണത്തോട്ടം കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു. പൊന്നോണത്തോട്ടത്തിൽ നടത്തിയ വിളവെടുപ്പ് ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ അധ്യക്ഷയായി. വാർത്തകൾ വിശദമായി. ജീവനക്കാരെ പട്ടിണിക്കിടരുതെന്ന മുദ്രാവാക്യമുയർത്തി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിജീവന ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരെ പട്ടിണിക്കിടരുതെന്ന മുദ്രാവാക്യമുയർത്തി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിജീവന ധർണ സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ, AKSTU, KSSA, KLSSF, UFUS, PFST എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ അനുവദിക്കുക, ആർജിതാവധി ആനുകൂല്യം പണമായി നൽകുക, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ വിഹിതം ഈടാക്കുന്നത് അവസാനിപ്പിക്കുക, പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, മെഡിസെപ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അതിജീവന ധർണ സംഘടിപ്പിച്ചത്. നേരത്തെ ആലപ്പുഴ വെള്ളക്കിണർ ജംഗ്ഷനു സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. വേണ്ടി ഒരു 2% ക്ഷാമബത്ത അനുവദിച്ചു എങ്കിൽ പോലും ആ അനുവദിച്ച ക്ഷാമബത്തയുടെ പോലും കുടിശ്ശിക പ്രഖ്യാപിക്കുകയോ മുൻകാലങ്ങളിലെ പോലെ PFലേക്ക് നൽകുകയോ ഒന്നും ചെയ്യാതെ ഈ ജീവനക്കാർ 2021 ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ വിലക്കയറ്റത്തെയും നേരിട്ടുകൊണ്ട് ഈ വർത്തമാനകാലത്ത് വളരെ. ജോയിന്റ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് M. അനിൽകുമാർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനകളുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ അതിജീവന ധർണയിൽ സംബന്ധിച്ചു. ദേശീയ പോഷകാഹാര വാരാചരണത്തിന്റെ ഭാഗമായി എല്ലാവർക്കും പോഷകാഹാരം എന്ന സന്ദേശവുമായി ആരോഗ്യ ബോധവൽക്കരണ പ്രദർശന പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി ഉദ്ഘാടനം ചെയ്തു. ദേശീയ പോഷകാഹാര വാരാചരണത്തിന്റെ ഭാഗമായി എല്ലാവർക്കും പോഷകാഹാരം എന്ന സന്ദേശമുയർത്തി ആരോഗ്യ ബോധവൽക്കരണ പ്രദർശനം സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി ന്യൂട്രീഷൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ, ഡോക്ടർ ബീന, നഴ്സിംഗ് സൂപ്രണ്ട് KP ബീന, ഡയറ്റീഷ്യൻ ജെസി ട്രീസ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S. ജയകൃഷ്ണൻ സ്വാഗതവും നഴ്സിംഗ് സൂപ്രണ്ട് SM. ബിന്ദു നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് വിവിധ ബോധവൽക്കരണ പരിപാടികളും പ്രദർശനത്തോടൊപ്പം സംഘടിപ്പിച്ചു.
യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും തുടർന്ന് റോഡ് ഉപരോധവും നടത്തി. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും നടത്തിയത്. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും നടത്തി. DCC ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KPCC ജനറൽ സെക്രട്ടറി മുൻ MLAയുമായ A.A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ക്രമസമാധാന പാലനത്തിന് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ADGP ആണ്. ഈ പറഞ്ഞ ക്രിമിനൽ ആയ ADGPയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തി കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം പറയുന്ന ആ തരത്തിലുള്ള ശിക്ഷാവിധി ഉണ്ടാകണം എന്നുള്ള ആവശ്യം, അതിനെല്ലാം കൂട്ടുനിന്ന ഒരു മുഖ്യമന്ത്രി തൽസ്ഥാനം രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരമുഖത്തേക്ക് വന്നവരെ ദൂരമായി തള്ളിക്കളയ്ക്കാൻ ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ, കൊലപാതക സംഘങ്ങളുടെ, കള്ളക്കടത്തുകാരുടെ എല്ലാം സംരക്ഷകരായി മാറിയിരിക്കുന്ന കേരള പോലീസിന്റെ അവരുടെ കൃത്യമായി അവരുടെ പ്രവർത്തനത്തെ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തെ തകർക്കാൻ CPMന്റെ അവരുടെ സംരക്ഷകരായി മാറിയ, കൊള്ളസംഘത്തിന്റെ സംരക്ഷകരായി മാറിയ, പകൽക്കൊള്ള നടത്തുന്നവരുടെ സംരക്ഷകരായി മാറിയ കേരള പോലീസ് ചെയ്തിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റഹീം വെറ്റക്കാരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുമായി വാക്ക് തർക്കമുണ്ടായതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഷാഹുൽ ജെ പുതിയപറമ്പിൽ, ദീപക് ഏരുവ, AD തോമസ്, അൻസിൽ ജലീൽ, S ഷഫീഖ്, നായിഫ് നാസർ, ആദിത്യൻ സാനു, M നീനു, റീനു ബുട്ടോ, K നൂറുദ്ദീൻ കോയ, ഷിജു താഹ, യാസിൻ റഫീഖ്, വിഷ്ണു പ്രസാദ്, ഷാജി ജമാൽ, ബിലാൽ മുഹമ്മദ്, പോൾ, അഭിലാഷ്, ബദർ മുനീർ തുടങ്ങിയവർ പ്രകടനത്തിനും റോഡ് ഉപരോധത്തിനും നേതൃത്വം നൽകി. സംസ്ഥാനത്ത് ആദ്യമായി വിദ്യാർത്ഥി സൗഹൃദ പ്രൈവറ്റ് ബസ് സർവീസിന് ആലപ്പുഴ ജില്ലയിൽ തുടക്കമായി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥി സൗഹൃദ ബസ് സർവീസ് പദ്ധതിക്ക് ആലപ്പുഴ ജില്ലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് ആദ്യമായി വിദ്യാർത്ഥി സൗഹൃദ പ്രൈവറ്റ് ബസ് സർവീസിന് ജില്ലയിൽ തുടക്കമായി. വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് ബസ്സുകളിൽ സുഖകരമായ യാത്ര ഒരുക്കുകയാണ് ലക്ഷ്യം. ജില്ലാ നിയമസേവന അതോറിറ്റി, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി ജില്ലാ നിയമസേവന അതോറിറ്റി, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി ജില്ലാ നിയമസേവന അതോറിറ്റി തയ്യാറാക്കിയ വിദ്യാർത്ഥി സൗഹൃദ സർവീസ് സ്റ്റിക്കറുകൾ ബസ്സുകളിൽ പതിപ്പിച്ചു തുടങ്ങി. കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ, ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി KK ബാലകൃഷ്ണൻ വിദ്യാർത്ഥി സൗഹൃദ ബസ് സർവീസ് സ്റ്റിക്കർ RTA ബോർഡ് ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമ്മർദ്ദത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. കുട്ടികളാണെങ്കിൽ അവരുടെ നമുക്കറിയാം, അവരുടെ വികാരങ്ങളും വിക്ഷോഭങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ അവരൊക്കെ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനും നിങ്ങളൊക്കെ ഒരു കാലത്ത് കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ചിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ കുട്ടിക്കാലത്തും നമ്മൾ ബസ്സിൽ പോയാൽ നമുക്ക് മോശമില്ലാത്ത അനുഭവങ്ങളുണ്ടായി, നല്ല അനുഭവങ്ങളുണ്ടായി. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലം മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കാനാവില്ല. അപ്പോൾ നമ്മളും ഒരു കാലത്ത് കുട്ടികളായിരുന്നു എന്ന രീതിയിൽ കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ സ്പർദ്ധ ഒഴിവാക്കിക്കും. കാരണം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ കലക്ടറും, നാളത്തെ ജഡ്ജും, നാളത്തെ ഡ്രൈവറും, നാളത്തെ RC ഓണറും, ബസ് ഉടമയും, ബിസിനസ്സുകാരൊക്കെ ആവുന്നത്.
അപ്പോൾ അതുകൊണ്ട് അവരാണ് നാളത്തെ നമ്മുടെ കസേരയിൽ നാളെ അവരിരിക്കേണ്ടതെന്നുള്ള ബോധം നമുക്കുണ്ടാവുകയാണെങ്കിൽ അവരോട് കുറച്ചുകൂടി സ്നേഹത്തോടെ വാത്സല്യത്തോടെ കൂടി അവരുടെ ചെറിയ കുറുമ്പുകൾ നമുക്ക് ക്ഷമിക്കാം. ആലപ്പുഴയിലെ ജനങ്ങൾ സൗഹൃദ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുന്നവരാണ്. ആ സൗഹൃദ മനോഭാവം കുട്ടികൾക്ക് കൂടി നൽകണമെന്നും അതിനുള്ള അവസരമായി ഇതിനെ കാണണമെന്നും പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി കെ ബാലകൃഷ്ണൻ പറഞ്ഞു. കുട്ടികളുടെ മാനസികവും കായികവുമായ ഉല്ലാസത്തിനുള്ള കാര്യങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണെന്നും അതോടൊപ്പം ഇത്തരം പരിപാടിയിലൂടെ അവരുടെ സുരക്ഷയ്ക്ക് കൂടി പരിഗണന നൽകുകയാണെന്നും RTA ബോർഡ് ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. ചടങ്ങിൽ സിവിൽ ജഡ്ജിയും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി സന്നിഹിതനായി. ജില്ലാ നിയമസേവന അതോറിറ്റി, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ NALSA സ്കീം 2015 ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് ബസ്സുകളിൽ യാതൊരുവിധ അസൗകര്യവും ഉണ്ടാകാതിരിക്കുകയാണ് ലക്ഷ്യം. ആദ്യഘട്ടമായി സിറ്റി സർവീസുകളിലാണ് സ്റ്റിക്കറുകൾ പതിപ്പിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കുന്ന കാര്യം സ്റ്റിക്കറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 വർഷക്കാലം ഇവ നിരീക്ഷിക്കും. ഏറ്റവും സൗഹൃദപരമായി സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് റിപ്പബ്ലിക് ദിനത്തിൽ റിവാർഡ് നൽകും. ചടങ്ങിൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ AK ദിലു, ADM ഇൻചാർജ് ദിലീപ് കുമാർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TR തമ്പി, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ S ബിജോയ്, MVI അനിൽകുമാർ, AMV K രഞ്ജിത്ത്, ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, RTO ഉദ്യോഗസ്ഥർ, NCC കേഡറ്റുകൾ, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളും ബസ് ജീവനക്കാരും പരസ്പരം സഹകരണത്തോടെ പെരുമാറി പരിപാടി വിജയിപ്പിക്കാൻ RTO അഭ്യർത്ഥിച്ചു. ആലപ്പുഴ നഗരസഭയുടെ കാർഷിക പദ്ധതിയായ പൊന്നോണത്തോട്ടം കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു. പൊന്നോണത്തോട്ടത്തിൽ നടത്തിയ വിളവെടുപ്പ് ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. പൊന്നോണത്തെ വരവേൽക്കാൻ ജൈവ പച്ചക്കറിയും ബന്ദിപ്പൂക്കളും നൂറുമേനി വിളയിച്ച് ആലപ്പുഴ നഗരസഭ രംഗത്ത്. നഗരസഭയുടെ കാർഷിക പദ്ധതിയായ പൊന്നോണത്തോട്ടം കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു. ഇതോടൊപ്പം തന്നെ അനുബന്ധമായിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ വലിയൊരു സഹകരണം, നമ്മുടെ മുനിസിപ്പാലിറ്റി തൊഴിലാളികൾ ഉൾപ്പെടെ ഒരു വലിയൊരു സഹകരണം, മറ്റേ ചെയർപേഴ്സൺ ഉൾപ്പെടെ വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ എല്ലാവരുടെയും സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരുടെയും സഹകരണത്തിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള നേട്ടങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ നമുക്ക് നേടിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ പത്രമാധ്യമങ്ങളിലും മീഡിയകളിലും ചാനലുകളിലും ഒക്കെ തന്നെ ഇതെടുത്ത് പ്രതിപാദിക്കുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പരിസരങ്ങൾ ശുദ്ധീകരിക്കുകയും അതോടൊപ്പം തന്നെ ബ്യൂട്ടിഫൈ ചെയ്യുകയും ചെയ്യേണ്ട ഒരു കർത്തവ്യബോധം തീർച്ചയായിട്ടും നമുക്കോട് സംബന്ധിച്ചോളം ഉണ്ട്. തീർച്ചയായിട്ടും നഗരസഭ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായി നഗരസഭ ഓഫീസിനോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലത്ത് ആരംഭിച്ച പച്ചക്കറി, ചീര, ബന്ദിപ്പൂവ് കൃഷിയാണ് വിളവെടുത്തത്. നഗരമാലിന്യം സംസ്കരിച്ച് ലഭിക്കുന്ന ജൈവവളം ഉപയോഗിച്ച് മൾച്ചിങ്ങും ട്രിപ്പ് ഇറിഗേഷനുമായി തികച്ചും വേറിട്ട രീതിയിലാണ് ഇവിടെ കൃഷി നടത്തിയത്. അത്തരത്തിൽ ഓണപ്പൂക്കളത്തിനായി മറുനാടിനെ ആശ്രയിക്കുന്ന പതിവ് ശൈലിയിൽ നിന്നും മാറ്റം വരേണ്ടതിനായുള്ള പരിശ്രമങ്ങളുടെ ഒരു മാതൃക തീർക്കുകയാണ് ആലപ്പുഴ നഗരസഭ. കാഴ്ചക്കാർക്ക് നവ്യാനുഭവം പകരുന്നതിനു കൂടി ലക്ഷ്യമിട്ട് ആരംഭിച്ച ബന്ദിപ്പൂ കൃഷിത്തോട്ടത്തിൽ സെൽഫി പോയിന്റും പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട്. മുൻ ഹരിതമിത്രം അവാർഡ് ജേതാവ് കഞ്ഞിക്കുഴി ശുഭകേശനാണ് കൃഷിരീതികളുടെ മേൽനോട്ടം വഹിച്ചത്. മാരകരോഗങ്ങൾ വരുത്തുന്ന വിഷാംശം നിറഞ്ഞ പച്ചക്കറികൾ ഒഴിവാക്കി ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ കൂടി നഗരസഭ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതായി നഗരസഭ അധ്യക്ഷ KK ജയമ്മ പറഞ്ഞു. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വിഷം കലർന്ന പച്ചക്കറികൾ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മുടെ മലയാളികൾ കൂടുതലും. എന്നാൽ അതിൽ നിന്നൊരു മോചനം ചെറിയ രീതിയിലെങ്കിലും നമുക്ക് തക്കാളി ആയാലും വെണ്ടയ്ക്കയായാലും അതോടൊപ്പം തന്നെ പച്ചമുളകായാലും ഇതൊക്കെ നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത് കുറച്ചെങ്കിലും വിഷരഹിതമായ പച്ചക്കറി നമുക്ക് കിട്ടുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് നഗരസഭ കാഴ്ചവെച്ചിട്ടുള്ളത്. പൊന്നോണത്തോട്ടം ഉദ്ഘാടന ചടങ്ങിൽ ആലപ്പുഴ നഗരസഭ വൈസ് ചെയർമാൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ MG സതീദേവി, AS കവിത, MR പ്രേം, കൗൺസിലർമാർ, ഹെൽത്ത് ഓഫീസർ KP വർഗീസ്, കൃഷി ഓഫീസർ സീതാരാമൻ, നഗരസഭാ ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, മറ്റു തൊഴിലാളികൾ തുടങ്ങിയവർ വിളവെടുപ്പ് ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവനക്കാരെ പട്ടിണിക്കിടരുത് എന്ന മുദ്രാവാക്യമുയർത്തി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിജീവന ധർണ സംഘടിപ്പിച്ചു.
ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ പോഷകാഹാര വാരാചരണത്തിന്റെ ഭാഗമായി എല്ലാവർക്കും പോഷകാഹാരം എന്ന സന്ദേശവുമായി ആരോഗ്യ ബോധവൽക്കരണ പ്രദർശന പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധ സമരവും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും. സംസ്ഥാനത്ത് ആദ്യമായി വിദ്യാർത്ഥി സൗഹൃദ പ്രൈവറ്റ് ബസ് സർവീസിന് ആലപ്പുഴ ജില്ലയിൽ തുടക്കമായി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥി സൗഹൃദ ബസ് സർവീസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത്. ആലപ്പുഴ നഗരസഭയുടെ കാർഷിക പദ്ധതിയായ പൊന്നോണത്തോട്ടം കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു. പൊന്നോണത്തോട്ടത്തിൽ നടത്തിയ വിളവെടുപ്പ് ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ അധ്യക്ഷയായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.